ഒരു സ്നേഹമില്ല, കൂട്ടായ്മയില്ല, സിനിമക്കകത്ത് സത്യമായ സ്നേഹമില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഈ തനിനിറത്തിൽ സത്യത്തിൽ ഒരു കുടുംബം പോലെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്ന ആ സമയത്തും അതിന് ശേഷവും ഒക്കെ നിന്നത്. ഈ തനിനിറം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യർക്കും നമ്മൾ ഈ കാണുന്ന നിറമായിരിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ തനിനിറം എന്താണ്, ഓരോ മനുഷ്യന്റെയും തനിനിറം എന്താണ്, അതാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു അല്ലേ. പക്ഷെ ഇയാളെ ഒന്നും യഥാർത്ഥത്തിലുള്ള തനിനിറം വന്നിട്ടില്ല. അതിനി വരും, അത് സെക്കൻഡ് പാർട്ടിൽ വരും. സെക്കൻഡ് പാർട്ടിൽ വരും. അതെ, അത് സിനിമയ്ക്ക് പുറത്തുള്ള തനിനിറ, അത് ഓഫ് സ്ക്രീനിൽ വരും. അത് നമ്മൾ ഇതിന്റെ സീക്വലിൽ വരും എന്നുള്ളതാണ്. ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറയാതെ പോയി. കാരണം ഇതിൽ കുറെ സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്, അനുപൻ ഉൾപ്പെടെ കുറെ തങ്ങച്ചേട്ടൻ നമുക്ക് ഒപ്പം നിൽക്കുന്നു. ഞങ്ങൾ അഭിനയിക്കാൻ വരുന്നതിൽ പുതുമുഖ താരങ്ങളാണ്. ഇത്രയും സിനിമകൾ ചെയ്തൊരു എക്സ്പീരിയൻസിൽ നിൽക്കുന്ന അതേ ഫ്രെയിമിലാട്ടോ ഞങ്ങൾ വരുന്നത്. അപ്പം ഞങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസിനൊപ്പം തന്നെ തീർച്ചയായിട്ടും പുതുമുഖങ്ങളാണ്, ഒരു പകപ്പ് വന്നേക്കാം. ഇതിൽ എവിടെയാണ് ഞങ്ങൾ പതിക്കാനുള്ള സാധ്യത എന്ന് വെച്ചാൽ ടേക്കിന്റെ സമയത്തായിരിക്കും. അപ്പം ഇത്രയും വർഷങ്ങളായിട്ട് ഇത്ര സിനിമകൾ മധു സാറിന്റെ ഒപ്പം അസോസിയേറ്റ് ആയിരുന്നു. കഴിഞ്ഞ 3ാമത്തെ സിനിമയാണ് രവി സാറിന്റെ. അപ്പോൾ എന്നിട്ടും ഒരു തുടക്കക്കാരെ എങ്ങനെ ഒരു പകപ്പില്ലാതെ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഒരു പക്ഷേ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ ഗുണം അടുത്ത സിനിമകളിലോട്ട് വരുമ്പോൾ ഭയങ്കര കർഷകരായിട്ടുള്ള സംവിധായകരെ എത്തുമ്പോൾ ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വന്നേക്കാം. പക്ഷെ ഞങ്ങൾക്ക് തുടക്കത്തിൽ എങ്ങനെയാണോ ഏറ്റവും കംഫർട്ട് ആക്കാൻ പറ്റുക, ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് അതിന്റെ ഒരു ക്യാരക്ടർ ആർക്കിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും സംവിധായകന്റെ ഒരു POV എന്നുള്ള രീതിയിലേക്ക് കൃത്യമായി മനസ്സിലാക്കി തന്ന രതീഷ് സാറിന്റെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ